ഹായ് SSC GDയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ പ്രാക്ടീസിന്റെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിന്റെ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് SSC GDയുടെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഒരു പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. The population of bears in a city has been growing at 3% every year. If the present population of bears in the city is 21,218, what was the population of bears 2 years ago എന്നാണ് ചോദിക്കുന്നത്. നമുക്കവിടെ പറയുന്നത് ഒരു സിറ്റിയിലെ ബിയേഴ്സിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഓരോ വർഷവും 3% വെച്ചാണ് ഗ്രോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അതിന്റെ പ്രസന്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 21,218 ആണെങ്കിൽ എന്തായിരുന്നു 2 വർഷം മുമ്പുള്ള പോപ്പുലേഷൻ എന്നാണ് ചോദിക്കുന്നത്. സോ 2 വർഷം മുമ്പുള്ള പോപ്പുലേഷനെ നമുക്കൊരു എച്ച് എന്നെടുക്കുകയാണെങ്കിൽ ഈ എച്ച് ആണ് ഓരോ വർഷവും 3% ഇൻക്രീസ് ആകുന്നത്. സോ 3% ഇൻക്രീസ് ആകുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷം നമുക്കത് 103% ആകും. ബിക്കോസ് 3% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസ് 100 ആയിരുന്നെങ്കിൽ ഇപ്പൊ 3% കൂടിയപ്പോൾ അത് 103% ആയി. അപ്പൊ ആദ്യത്തെ വർഷം 100%, 103% അവിടെ നമുക്ക് അതിന്റെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇയറിന്റെ അവസാനമുള്ള പോപ്പുലേഷൻ, ആ ഒരു ബിയറിന്റെ പോപ്പുലേഷൻ എത്ര എന്നുള്ളത് കിട്ടും. ഇനി വീണ്ടും 2 വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇൻറ്റു 103% എന്ന് എടുക്കുമ്പോൾ അതിന്റെ അടുത്ത വർഷം നമുക്ക് അവിടെ 3% ഉണ്ടായ ഇൻക്രീസ് എത്രയാണ് എന്നുള്ളത് കൂടി അതിന്റെ കൂടെ ആഡ് ആവും. സോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് 2 വർഷത്തിന് ശേഷമുള്ള ആ ഒരു ബിയറുടെ പോപ്പുലേഷൻ എന്നുള്ളത് 21,218 എന്നുള്ള വാല്യൂലേക്ക് അത് എത്തുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വളരെ പെട്ടെന്നാണ് നമ്മൾ അതിനെ എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതല്ലാതെ തന്നെ സക്സസീവ്യുടെ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് എത്ര പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് ഇതങ്ങ് സോൾവ് ചെയ്യാം. സോ നമുക്ക് ഇവിടുന്ന് ആദ്യം തന്നെ ആ ഒരു എച്ച് ഇൻറ്റു നമ്മുടെ 103യുടെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ 103യുടെ സ്ക്വയർ നമുക്ക് വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 103, സോ നമുക്കിവിടെ 10 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ 10ന്റെ സ്ക്വയർ 100, 3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 09 ആണ്. ദെൻ 3 ഇൻറ്റു 10 30, 30 ഇൻറ്റു 2 60. സോ നമുക്കിവിടെ 60 എഴുതി നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ എത്ര ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. സോ നമുക്ക് ഇതാണ്ട് 103യുടെ സ്ക്വയർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10609, 2% ഉണ്ട്. സോ 2% എന്ന് പറയുമ്പം നമുക്കവിടെ 2 zeros ആൻഡ് അടുത്ത പെർസെൻറ്റേജിൻ്റെയും 2 zeros. സോ അങ്ങനെ 4 zeros ഈക്വൽ ടു നമുക്ക് 21218 എന്ന് കിട്ടും. ഈവൻ ദോ ക്വസ്റ്റ്യൻ ഈസി ആണെങ്കിൽ പോലും അതിൻ്റെ നമ്പേഴ്സ് കുറച്ച് വലിയ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം, നമ്മുടെ ഇവിടെ 1 ആണ്, അപ്പുറത്ത് 2 എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഈ ഒരു നമ്പറിനെ ഒരുമിച്ച് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ നമുക്ക് കമ്പയർ ചെയ്യാം. എങ്ങനെയാണ് എക്സാമിൽ വളരെ പെട്ടെന്ന് കമ്പയർ ചെയ്യേണ്ടത്? 09 അതിന്റെ ഡബിൾ ആണ് 18 എന്ന് പറയുന്നത്. 06ന്റെ ഡബിൾ ആണ് 12 എന്ന് പറയുന്നത്. 1ന്റെ ഡബിൾ ആണ് 2 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ ക്ലിയർലി കാണാൻ പറ്റും 10609ന്റെ ആക്ച്വലി ഡബിൾ ആണ് 21218 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ രണ്ട് നമ്പേഴ്സും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് ഇവിടെ 2 ടൈംസ് എന്ന് എടുക്കാം. ഈ 4 സീറോസ് കൂടി ആ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു എച്ചിന്റെ വാല്യൂ ഓർ 2 years ബിഫോർ ആ ബിയറുടെ പോപ്പുലേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 20,000 എന്ന് നമുക്ക് ആൻസർ വരും. സോ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. 20,000 ആണ് ആൻസർ. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റിനെ വളരെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സക്സസീവ്യുടെ മെത്തേഡിൽ നിങ്ങൾക്കറിയാം, നമ്മൾ A+B+AB/100 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുമ്പോൾ 2 വർഷത്തേതാണ് എടുക്കാൻ പറ്റുന്നത്. ഇവിടെ നമുക്കിപ്പോൾ 2 വർഷത്തെ ചോദിച്ചിട്ടുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമുക്കൊരു 3 വർഷമോ 4 വർഷമോ ചോദിക്കുകയാണെങ്കിൽ സക്സസീവ് വെച്ചെടുക്കുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇനിയും അടുത്ത വർഷം ഒരു 5% ഇൻക്രീസ് ആകുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻറ്റു ഇട്ടിട്ട് ഒരു 105% എടുത്താൽ മാത്രം മതി. ഇനി അതിന്റെ അടുത്ത വർഷം 4 വർഷം ഉള്ള ഒരു കേസ് വരുവാണെങ്കിൽ അവിടെ പറയുവാണ് വീണ്ടും ഒരു 7% ഇൻക്രീസ് ആവുകയാണെന്ന് പറഞ്ഞാൽ വീണ്ടും ഇൻറ്റു 107% എഴുതിയാൽ മാത്രം മതി ആൻഡ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു പുതിയൊരു അഡീഷണൽ മെത്തേഡ്സോ സ്റ്റെപ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് അവർ എത്ര വട്ടം പറയുന്നു അത്ര വട്ടം ഇൻറ്റു ഇട്ട് 100 ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ 100ന്റെ കൂടെ വാല്യൂ പ്ലസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതി നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അതൊരു
ഈ ഡിക്രീസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 100ൽ നിന്ന് താഴേക്ക് കുറച്ചാൽ മതി. ലൈക്ക് ഇപ്പോൾ ഒരു 3% ഡിക്രീസ് ആയിരുന്നെങ്കിൽ നമ്മൾ 100 - 3 97 എടുത്താൽ മതി. ഇതിപ്പോൾ 3% ഇൻക്രീസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് 100 + 3 എന്ന് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ലൈനിലും നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. സോ ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാംസിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് SSCയുടെ എല്ലാ എക്സാംസിലും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ഒരു അഗെയിൻ പെർസെൻറ്റേജിൻ്റെ ചാപ്റ്ററിൽ തന്നെയുള്ള എക്സ്പെൻഡിച്ചർ സേവിങ്സ് ഇൻകത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആ തന്നിരിക്കുന്നത്. സോ അതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ദ ഇൻകം ഓഫ് എ പേഴ്സൺ ഈസ് 95,000 എന്നാണ് തന്നിരിക്കുന്നത്. ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് 95,000 ആണ്. ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 75,000 ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ 75,000ഉം ഇൻകം 95,000 ആണെങ്കിൽ ഉറപ്പായിട്ടും ആളുടെ സേവിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 95 - 75 20,000 ആയിരിക്കും ആളുടെ സേവിങ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കവിടെ പറയുന്നത് ഇഫ് ഹിസ് ഇൻകം ഈസ് ഇൻക്രീസ്ഡ് ബൈ 18%, അപ്പോൾ ആളുടെ ഇൻകം 18% ഇൻക്രീസ് ആകുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ബൈ 12%, ആൻഡ് എക്സ്പെൻഡിച്ചർ 12% ഇൻക്രീസ് ആണ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ ദെൻ വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഹിസ് സേവിങ്സ് എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ സേവിങ്സിൽ എന്ത് പെർസെൻറ്റേജിൻ്റെ ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെ കൺവെൻഷനലി സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു 3 to 4 ലെവൽ ഓഫ് കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. സോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഷോർട്ട് കട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് +1 ഇൻറ്റു നമ്മുടെ ഇൻകത്തിൽ വന്ന ഇൻക്രീസ് മൈനസ് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് ഇൻറ്റു നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ് ഈസ് ഈക്വൽ ടു സേവിങ്സിൻ്റെ ഇൻക്രീസിൻ്റെ പെർസെൻറ്റേജ്. നമുക്ക് ഈ ഒരു ഫോർമുല അത് കാണുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഒരു 2 ലൈൻസിൽ അല്ലെങ്കിൽ 3 ലൈൻസിൽ തന്നെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ എടുക്കാൻ പറ്റും. അതർവൈസ് നമ്മൾ അതിനെ പ്രോപ്പർ കൺവെൻഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ അത് സോൾവ് ആകാൻ ഒരുപാട് സമയമെടുക്കും. ബിക്കോസ് നമുക്ക് അവിടെ ഒരു 4 ലെവൽ ഓഫ് കാൽക്കുലേഷൻസ് എങ്കിലും അവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഒന്ന് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നമുക്ക് അവിടെ ഒരു റേഷ്യോ ഉണ്ട്, എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സിൻ്റെ റേഷ്യോ. സോ ആ വാല്യൂസിനെ ഡയറക്റ്റ്ലി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം അതിൻ്റെ റേഷ്യോ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിരിക്കും ഏറ്റവും ഈസി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റേഷ്യോ ഒന്ന് എടുക്കാം. സോ എക്സ്പെൻഡിച്ചർ നമുക്ക് 75,000 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത് നമുക്ക് 20,000 എന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ഈ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സിൻ്റെ ആ ഒരു റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന അവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റേഷ്യോ എത്ര വരുന്നത് നമുക്ക് നോക്കാം. സോ സീറോസ് ക്യാൻസൽ ആവും. നമ്മൾ അതിനെ 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ നമുക്കവിടെ 15 എന്നും താഴെ നമ്മൾ 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 4 എന്നും നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സിൻ്റെ റേഷ്യോ കിട്ടുന്നത് 15/4 എന്നാണ് കിട്ടുന്നത്. സോ ഇതേ വാല്യൂസിനെ എല്ലാം നമുക്ക് ഈ ഒരു ഫോർമുല നമ്മുടെ ഈ ഒരു ഷോർട്ട് കട്ട് ഫോർമുലയിലേക്ക് നമുക്ക് ഈ ഒരു ട്രിക്കിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് ആൻസർ വരും എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് എന്ന് പറയുന്നത് 15/4 +1 ഇൻറ്റു ഇൻകത്തിൽ വന്ന ഇൻക്രീസ് നമുക്ക് 18% എന്നാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ജസ്റ്റ് 18 എടുത്താൽ മതി, പെർസെൻറ്റേജ് എടുക്കേണ്ട ആവശ്യമില്ല. അഗെയിൻ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് എന്ന് പറയുമ്പോൾ 15/4 ഇൻറ്റു എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് 12 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇത് സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. സോ ഇത്രയും പെട്ടെന്ന് ആൻസർ എടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല കൺവെൻഷണൽ മെത്തേഡിൽ. സോ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് 4ഉം 12ഉം ക്യാൻസൽ ചെയ്താൽ 3 എന്ന് വരും. സോ 3 × 5 നമുക്ക് ഇവിടുന്ന് 3 × 15 നമുക്ക് ഇവിടുന്ന് 45 എന്ന് വരും. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 4 വരും. 4 + 15 19 എന്ന് വരും. സോ 19/4 ഇൻറ്റു 18 എന്നായിരിക്കും നമുക്കിവിടെ വരുന്നത്. സോ നമ്മൾ ഈ 4 വെച്ച് നമുക്കിവിടെ 18നെ ക്യാൻസൽ ചെയ്യാം. അതർവൈസ് നമുക്ക് 18 × 19 വളരെ പെട്ടെന്ന് എടുത്തിട്ട് നമുക്കത് സോൾവ് ചെയ്യാം. സോ 18 × 19നെ എങ്ങനെ വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളൊരു ട്രിക്ക് നോക്കാം. 18 × 19 ഇതേപോലെ അടുത്തടുത്ത് വരുന്ന 2 നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് തന്നെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമുക്ക് അതിലെ ചെറിയ നമ്പറുടെ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ കൂടെ അതേ നമ്പറിനെ ആഡ് ചെയ്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ എടുക്കാൻ പറ്റും, ആൻസർ എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പക്ഷേ എന്തറിഞ്ഞിരിക്കണം, നമുക്ക് സ്ക്വയർസ് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 18ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 324 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ 18 കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സോ 324യുടെ കൂടെ നമ്മൾ 18 കൂടി പ്ലസ് ചെയ്യുകയാണെങ്കിൽ 324 34
42 എന്ന് വരും. 342 എന്ന് വരും നമുക്കത് പ്ലസ് ചെയ്യുമ്പോൾ. സോ അങ്ങനെയാണെങ്കിൽ 342നെയാണ് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 342നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര വരുമെന്ന് നോക്കാം. സോ 34നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ നമുക്ക് 8 എന്ന് വരും. ക്യാരി ഓവർ 2 വരും. 22നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കത് 5 എന്ന് വരും. ദെൻ ഒരു റിമൈൻഡർ 2 എന്ന് വരും. 20നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.5 ടൈംസ് എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ 85.5 എന്ന് വരും. നമുക്കത് -45. സോ 85.5 - 45 എന്ന് പറയുമ്പോൾ 85 - 45 നമുക്കവിടെ 40 എന്ന് വരും. ദെൻ ഒരു 0.5 ഉണ്ട്. സോ 40.5% എന്ന് വരും. നിങ്ങൾക്കവിടെ കാണാൻ പറ്റും എത്ര ലൈനിലാണ് നമ്മുടെ ആ ക്വസ്റ്റിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് എന്നുള്ളത്. ജസ്റ്റ് നമുക്ക് ഒരു 2 ലൈൻസിൽ തന്നെ അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് കട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞത്. സോ ഇത് റിലേറ്റ് ചെയ്യുന്ന ഈ ഒരു സെയിം ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിൽ പല SSC എക്സാംസിലും റെയിൽവേ എക്സാംസിലും ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഫോർമുല തന്നെ യൂസ് ചെയ്യുക സോൾവ് ചെയ്യാൻ വേണ്ടി. സോ ആൻസർ ഓപ്ഷൻ 4 40.5% ആണ് ആൻസർ എന്ന് പറയുന്നത്. ഈവൻ ദോ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും വളരെ നല്ല വാല്യൂസ് ആണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസിലെല്ലാം തന്നിരുന്നത് ഈ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസിൽ. നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അടുത്ത് നിങ്ങൾ കാണാൻ പറ്റും ഒരു ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അത്യാവശ്യം വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതൊന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. എ ക്യാൻ പെയിന്റ് എ വാൾ ഇൻ 12 days. സോ എ ഒരു വാൾ പെയിന്റ് ചെയ്യാൻ എടുക്കുന്നത് 12 days ആണ്. ബി ക്യാൻ പെയിന്റ് ദ സെയിം ഇൻ 8 days. ബി അത് പെയിന്റ് ചെയ്യാൻ ഒറ്റയ്ക്ക് പെയിന്റ് ചെയ്യാൻ എടുക്കുന്നത് 8 days ആണ്. ആൻഡ് സി ക്യാൻ പെയിന്റ് ദ സെയിം ഇൻ 10 days. സി പെയിന്റ് ചെയ്യാൻ എടുക്കുന്നത് 10 days ആണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ ഒരു ക്വസ്റ്റൻ ആണിത്. സോ ടൈം എല്ലാം തന്നെ തന്നിട്ടുണ്ട്. സോ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ വർക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വർക്ക് ഈ ഒരു 3 വാല്യൂസും ഒരേപോലെ പോകുന്ന ഒരു LCM എടുക്കുകയാണെങ്കിൽ നമുക്കത് 120 എന്ന് വരും. സോ 120 ആണ്, 120 യൂണിറ്റ്സ് ഓഫ് വർക്ക് ആണ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇവരുടെ എഫിഷ്യൻസി ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് 10 × 12 ആണ് 120. അതേപോലെ തന്നെ 15 × 8 ആണ് 120. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് 12 × 10 ആണ് 120. സോ നമുക്കറിയാം എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ് വർക്ക് എന്ന് പറയുന്നത്. സോ ആ ഒരു റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇവിടെ എഫിഷ്യൻസീസ് എടുക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എഫിഷ്യൻസി നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 37 ആണ് ടോട്ടൽ A, D ആൻഡ് സിയുടെ എഫിഷ്യൻസി. ഇനി നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഡേയ്സ് ഇൻ വിച്ച് ദി പെയിന്റിംഗ് ക്യാൻ ബി പെയിന്റഡ് ബൈ A if he is accompanied by both B and C together on alternate days and A starts painting on the first day alone. എന്താണ് നമുക്ക് അവിടെ പറയുന്നത്? നമുക്കതൊരു നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ തന്നെ ഓൾട്ടർനേറ്റ് വർക്ക് കൺസെപ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആ തന്നിരിക്കുന്നത്. ഓൾട്ടർനേറ്റ് വർക്ക് കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റ് വർക്ക് കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് നമുക്കവിടെ ആ ഒരു വർക്ക് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഓർഡർ ആണ് തന്നിരിക്കുന്നത്. നമുക്കവിടെ പറയുന്നത് ഫസ്റ്റ് ഡേ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഡേ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് അവിടെ ബിയും സിയും എനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ബിയും സിയും ഒരുമിച്ചാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തേർഡ് ഡേ വീണ്ടും എ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. ഫോർത്ത് ഡേ വീണ്ടും എ ഹെൽപ്പ് ചെയ്യാൻ ബിയും സിയും വരുന്നുണ്ട്. ഇനി അഗെയിൻ നമ്മൾ അവിടെ ഫിഫ്ത്ത് ഡേ എടുക്കുകയാണെങ്കിൽ വീണ്ടും എ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് വാല്യൂസ് ഇട്ടൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ഫസ്റ്റ് ഡേ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യും എന്ന് പറയുമ്പോൾ എ ഒരു ഡേ ചെയ്യാൻ പറ്റുന്ന വർക്ക് എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് ഡേ എയും ബിയും സിയും ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് 3 പേർക്ക് കൂടി 37 യൂണിറ്റ്സ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും എ ഒറ്റയ്ക്ക് 10 ആണ് ചെയ്യുന്നത്. ദെൻ എ ബി സി എന്ന് പറയുമ്പോൾ 37 വരും. ഫർദർ എ എന്ന് പറയുമ്പോൾ നമുക്ക് 10 വരും. സോ ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബിക്കോസ് നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് അപ്രോക്സിമേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 30 + 30 60, പിന്നെ 3 10 ഉണ്ട്. സോ അത് 90 ആകും. അപ്പോൾ 30 + 30 60 + 10 + 10 നമുക്ക് അവിടെ 90 കഴിഞ്ഞാൽ പിന്നെ 2 7 ഉണ്ട്. സോ എന്ന് പറയുമ്പോൾ 14, 90 + 14 നമുക്ക് ഇതെല്ലാം കൂടി തന്നെ നമുക്ക് 104 എന്ന് വരും. 104. അപ്പോൾ നമുക്ക് മൊത്തം ചെയ്യേണ്ട വർക്ക് എത്രയാണ്? 120 ആണ് ചെയ്യാനുള്ളത്.
ഇനി അടുത്ത ഡേ ആരായിരിക്കും വരുന്നത്? എയും ബിയും സിയും ആയിരിക്കും വരുന്നത്. സോ നെക്സ്റ്റ് ഡേ എയും ബിയും സിയും വരുവാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന വർക്ക് എന്ന് പറയുന്നത് 37 യൂണിറ്റ്സ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്കിനി എത്ര ചെയ്യാനുള്ളൂ? നമുക്ക് മൊത്തം 120 ആയിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്. അതിൽ 104 വർക്ക്സ് കംപ്ലീറ്റ് ആയി. സോ ഇനി പെൻഡിങ് ഉള്ളത് വെറും 16 ആണ്. അപ്പം വെറും 16 വർക്കിന് സ്ഥലത്താണ് 37 ചെയ്യാൻ പറ്റുന്നത്. സോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഫുള്ള് വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് എത്ര ആയി എന്ന് ചെക്ക് ചെയ്താൽ 1, 2, 3, 4, 5 ഡേയ്സ് ആണ് നമുക്ക് എടുത്തത്. അത് കൂടാതെ നമുക്ക് നെക്സ്റ്റ് ഡേയുടെ വളരെ കുറച്ചൊരു ഭാഗം കൂടി മതി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 5 പോയിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ. സോ നമുക്കിവിടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 4 പോയിന്റ് ഉണ്ട്, 5 പോയിന്റ് ഉണ്ട്, 7 പോയിന്റ് ഉണ്ട് ആൻഡ് 8 പോയിന്റ് ഉണ്ട്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5.4 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ക്ലിയർലി കാണാം, വളരെ പെട്ടെന്ന് തന്നെ അപ്രോക്സിമേറ്റ്ലി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ക്ലിയർ? അത്യാവശ്യം വലിയൊരു ക്വസ്റ്റൻ ആയിരുന്നു. അഗെയിൻ നല്ല വാല്യൂസ് ആയിരുന്നു തന്നിരുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് തന്നിരുന്നത്. സോ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നമ്പേഴ്സ് നല്ലപോലെ ഫെമിലിയർ ആവുക, നമ്പേഴ്സിനെ നല്ല സ്പീഡിൽ യൂസ് ചെയ്യാൻ പഠിക്കുക. അത് നമുക്ക് പ്രാക്ടീസ് വഴി മാത്രമേ പറ്റത്തുള്ളൂ. അത് ഏറ്റവും നല്ലപോലെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആൻഡ് ആ ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് നല്ലപോലെ ഫെമിലിയർ ആവാനും വരാനിരിക്കുന്ന ഇതേ എക്സാംസിൽ നമുക്ക് അതിനെ നല്ലപോലെ അപ്രോച്ച് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. മോഹൻ ഈസ് സെല്ലിംഗ് എ ടേബിൾ അറ്റ് ₹2832. സോ ഒരു ടേബിളിന്റെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട്. 2832 ആണ് തന്നിരിക്കുന്നത്. ഇഫ് ഹിസ് പ്രോഫിറ്റ് ഈസ് 18%, അപ്പോൾ ഇതുവഴി ആൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 18% ആണ്. ദെൻ വാട്ട് ഈസ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ടേബിൾ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ നമ്മുടെ ടേബിളിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. സോ വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ എടുക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ ബേസ്. സോ കോസ്റ്റ് പ്രൈസ് നമ്മൾ 100 എന്ന് എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് 18% ആയതുകൊണ്ട് തന്നെ അത് വിൽക്കുന്ന എത്രയിലായിരിക്കും? 118 വിൽക്കുന്നത്. നമ്മുടെ 18% പ്രോഫിറ്റ് കൂടി ആഡ് ആകുമ്പോൾ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 50 എന്നും ഇവിടെ നമുക്ക് 59 എന്നും വരും. നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ 59 എന്നുള്ള ഈ ഒരു വാല്യൂ ആണ് നമുക്ക് എന്തെന്ന് തന്നിരിക്കുന്നത്. നമുക്കവിടെ 2832 എന്ന് തന്നിരിക്കുന്നത്. നമ്മൾ എന്താണ് ഈ 50 എന്നുള്ളത് കണ്ടുപിടിച്ചാൽ നമുക്കവിടെ ആൻസർ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. സോ ഒന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 50യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ 80 എന്ന് പറയുന്ന 50യുടെ മൾട്ടിപ്പിൾ അല്ല, അതേപോലെ തന്നെ 40 എന്ന് പറയുന്നത് 50യുടെ മൾട്ടിപ്പിൾ അല്ല. സോ അത് രണ്ടും നമ്മുടെ ആൻസർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇൻ കേസ് എക്സാമിന് ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഓപ്ഷൻസിനെ റൈറ്റ് ആൻസർ മാർക്ക് ചെയ്യുന്നതിന് പകരം ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ പോസിബിൾ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഏതർ ഓപ്ഷൻ ബി ഓർ ഓപ്ഷൻ സെക്കൻഡ് ഓർ ഓപ്ഷൻ ഫോർത്ത് ആണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അതിനെ പ്രോപ്പർലി ആൻസർ ഒന്ന് എടുക്കാനാണെങ്കിൽ നമുക്ക് 59നെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 59നെ നമുക്ക് 48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു വാല്യൂ വരുന്നത്. സോ അതും പെട്ടെന്ന് നോക്കാൻ പറ്റുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ 60 എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാല്യൂയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ആൻഡ് മോർ ഓവർ നമുക്ക് അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്യാം. 9നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അവസാനം 2 വരുന്നതെന്ന് ആലോചിച്ച് നോക്കാം. 9ന്റെ ടേബിൾ വെച്ചുകൊണ്ട് അപ്പം 9 × 8 ആണ് 72 എന്ന് പറയുന്നത്. സോ യൂണിറ്റ് ഡിജിറ്റ് 8 ആണെന്ന് മനസ്സിലായി. ഇനി ആ ഒരു 60 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്താൽ എറൗണ്ട് എത്ര വട്ടം എടുക്കുമ്പോഴാണ് ഈ ഒരു റേഞ്ചിലേക്ക് വരുന്നത് നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സോ അങ്ങനെയാണ് നമ്മൾ വളരെ പെട്ടെന്ന് 48 എന്ന് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ 48 കൊണ്ട് നമ്മൾ 50നെ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ 5 വെച്ചുള്ള നമ്പേഴ്സ് വെച്ച് നമുക്കൊരു നമ്പറിനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? ആ നമ്പറിന്റെ ഹാഫ് എഴുതുക. 48ന്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ദെൻ നമുക്കവിടെ അതിൻ്റെ കൂടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. സോ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏത് നമ്പറിനെയാണോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിന്റെ ഹാഫ് എഴുതുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 48നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 240 എന്ന് വരും. അതുകൂടാതെ 5ന്റെ കൂടെ ഒരു 0 കൂടി ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2400 എന്ന ആൻസർ വരും. സോ ഓപ്ഷൻസിലേക്ക് വന്ന ഓപ്ഷൻ ഫോർത്ത് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ, 2400. അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് in how much time in years would rupees 80,000 amounts to rupees 1,17,128 at 10% per annum rate of interest compounded yearly എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിക്കുന്നത് ഒരു 80,000 റുപ്പീസ് പ്രിൻസിപ്പൽ എത്ര വർഷം കൊണ്ടാണ് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അത് 1,17,128 ആക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ഇയേഴ്സ് എന്നാണ് നമുക്കത് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കത് ആൻസർ വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ ഒരു ആൻസർ എടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ 80,000 ഒരു 10% എന്ന് പറയുമ്പോൾ 8,000 എന്ന് വരും. അപ്പോൾ 8,000 നമ്മൾ ചുമ്മാ ഈ 80,000 കൂടെ ഒന്ന് ആഡ് ചെയ്താൽ ഒരു വട്ടം ആഡ് ചെയ്താൽ അത് 88,000 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം എത്ര വട്ടം എടുക്കുമ്പോഴാണ് ഇതിൻ്റെ അടുത്തേക്ക് വരുന്നത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി നോക്കാൻ പറ്റും. അപ്പം നമുക്കറിയാം 80,000 ഈ 1,17,000 തമ്മിലൊരു ഡിഫറൻസ് നോക്കിയാൽ അറൗണ്ട് 37,000 ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ 8നെ ഒരു 4 ടൈംസ് എടുക്കുമ്പോഴാണ് 32 വരുന്നത്. പിന്നെ കോമ്പൗണ്ടിങ് കൂടി ചേരുമ്പോഴാണ് അത് 37 അടുപ്പിച്ച് വരുന്നത്. സോ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് 4 ടൈംസോ 4ക്കാളും കൂടുതലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ 2 ഇയേഴ്സും 2.5 ഇയേഴ്സും വരത്തില്ല. ബിക്കോസ് 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 80,000 10% 2 വട്ടം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് ഒരു 16,000 ആവുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 1 ലാഖിൻ്റെ അകത്ത് അത് നിൽക്കുന്നുള്ളൂ. 2.5 ഇയേഴ്സ് എന്ന് പറയുമ്പോഴും അതൊരു 1 ലാഖ് ജസ്റ്റ് ക്രോസ് ചെയ്യത്തേ ഉള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനോ ലാസ്റ്റ് ഓപ്ഷനോ വരാനുള്ള പോസിബിലിറ്റീസ് ആണ് കൂടുതൽ. സോ ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുന്നത് ആൻഡ് അതുവഴി ആൻസർ മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനെ പ്രോപ്പർലി നമ്മൾ ആ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുലയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എമൗണ്ട് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100 റേസ് ടു നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ളതാണ് ഫോർമുല. ഈ വാല്യൂസ് എല്ലാം നമ്മൾ അതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പീനെ ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 1 പ്ലസ് r ബൈ 100 സ്ഥലത്തേക്ക് നമ്മൾ 1 പ്ലസ് 10/100 റേസ് ടു n ഈക്വൽ ടു നമ്മുടെ എമൗണ്ടിന്റെ വാല്യൂ ആയ 1,17,128 ഡിവൈഡ് ബൈ നമ്മുടെ പ്രിൻസിപ്പൽ താഴേക്ക് വരും. പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ നമുക്ക് 80,000 ആണ് നമ്മുടെ പ്രിൻസിപ്പൽ. സോ ഇതൊന്ന് ക്യാൻസൽ ചെയ്തെടുത്ത് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഈ 10/100 ഒന്ന് ക്യാൻസൽ ചെയ്ത് ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മളൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ബ്രാക്കറ്റിന്റെ അകത്ത് 11/10 എന്ന് വരും, റേസ് ടു n എന്ന് വരും. ആൻഡ് ഇവിടെ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം തന്നെ 8ഉം കുറേ സീറോസും ആണ്. സോ ഉറപ്പായിട്ടും മുകളിലത്തെ നമ്പർ 8 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കും. സോ അത് നമ്മൾ മേളത്തെ നമ്പറിനെ നമ്മൾ 8 വെച്ച് ഒന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര വരും എന്ന് നോക്കാം. സോ 8 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ടൈം പോവും, അതിനുശേഷം പിന്നെ ബാക്കി റിമൈൻഡർ 3 37ൻ്റെ അകത്ത് 4 ടൈംസ് പോവും. ദെൻ റിമൈൻഡർ എന്ന് പറയുമ്പോഴത്തേന് നമുക്കവിടെ 5 വരും. 51ൻ്റെ അകത്ത് നമുക്കതൊരു 6 ടൈംസ് പോകും, 48. ദെൻ അഗെയിൻ റിമൈൻഡർ 3 32 എന്ന് പറയുമ്പോൾ നമുക്ക് 4 ടൈംസ് പോകും. ദെൻ 8 എന്ന് പറയുമ്പോൾ 1 എന്ന് വരും. സോ നമുക്കവിടെ മുകളിൽ വരുന്ന വാല്യൂ 14641 ആണ് ആൻഡ് താഴെ വരുന്ന വാല്യൂ 10,000 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും അത്യാവശ്യം ഫെമിലിയർ വാല്യൂസ് ആണ്. 14641 എന്ന് പറയുന്നത് 11ൻ്റെ പവർ 4 ആണ്. അതേപോലെ തന്നെ 10,000 എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം 10ൻ്റെ കൂടെ 4 സീറോസ്, അല്ലെങ്കിൽ നമുക്കവിടെ 4 സീറോസ് എന്ന് പറയുമ്പോൾ 10⁻⁴ ആണ് അത് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്കിതിനെ അവിടെ സൈഡിൽ എഴുതിയേക്കുന്ന ലെഫ്റ്റ് സൈഡ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ 11/10⁴ എന്ന് വരുന്നുണ്ട്. സോ ഇവിടെ മേളിലെ എന്നിന്റെ പ്ലേസിൽ നമുക്ക് 4 എന്നാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് പറയാം ദാറ്റ് ആ n എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ടൈം എന്ന് പറയുന്നത് 4 ഇയേഴ്സ് ആണ്. സോ നമ്മളത് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ആൻസർ 4 ഇയേഴ്സ്, അറൌണ്ട് 4 ഇയേഴ്സ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. സോ കാണാൻ പറ്റും എഗെയിൻ നമ്മുടെ അവിടെ കാൽക്കുലേഷൻസ് നോക്കി കഴിഞ്ഞാലും ഒരു 2 ലൈനിൽ നമ്മുടെ കാൽക്കുലേഷൻ വന്നിട്ടുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നമ്പേഴ്സിനെ നല്ലപോലെ ഒന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ട് ആൻസർ വളരെ പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം നമ്മുടെ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിരുന്ന നമ്മുടെ GD-യുടെ പ്രീവിയസ് ഇയർ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിരുന്ന ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സും ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട്സും
അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാൽക്കുലേഷൻസ് ചെയ്തിരുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ഇതിന് മുമ്പുള്ള സെഷൻ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു സെഷൻ കണ്ടു നോക്കുക. ആൻഡ് അതിലെ ക്വസ്റ്റ്യൻസും ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എക്സാമിന് മുമ്പ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അതുവഴി നല്ലപോലെ ആ ഒരു ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ഫെമിലിയർ ആവാനും നമ്പേഴ്സ് ഫെമിലിയർ ആവാനും ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് ക്ലിയർലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഈ ഒരു GDയുടെ ക്വസ്റ്റ്യൻസ് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലും ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. എക്സാമിന് മുമ്പ് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ എക്സാമിൻ്റെ മേളിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് വേണം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ പേരുകളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഏരിയയുടെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് കൊണ്ടുവരുന്നതായിരിക്കും. സോ വരുന്ന നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.